ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി സിനിമകളിലൊന്നാ എന്നോടൊപ്പം വരാൻ ഭയമില്ലേ? ഭയമാ? കണ്ണാ, നീ വന്ന് ഹിന്ദി പടം, ഞാൻ വന്ന് പാൻ ഇന്ത്യൻ പടം. ഞാനും പാൻ ഇന്ത്യൻ പടമാണ് തലവരെ. എല്ലാ ലാംഗ്വേജിലും റിലീസ് பண்ணா மட்டும் പാൻ ഇന്ത്യൻ ആകാது. പിന്നെ കണ്ണാ, എൻ കൂടെ മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി എല്ലാ സ്റ്റാർസുമേ ഇருக்கு. ഇവർക്കെല്ലാം എതിരായിട്ട് എൻ്റെ കൂടെ ഹൃതിക് റോഷനും കൂടെ ജൂനിയർ NTR ഉണ്ട്. യാരിരുന്നാലും തന്നെ പഴയ ബോംബ് കഥ തന്നെ. വേണ്ട കേട്ടോ കണ്ണാ, നമുക്ക് ഓഗസ്റ്റ് 14 പാക്കല. നമുക്ക് കാണാം. അതെ, കൂലിയും വാർ 2 റിലീസാകുകയാണ് ഓഗസ്റ്റ് 14. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ 2 സിനിമകൾ ഒരേ ദിവസം റിലീസാകുന്നത്. ഞാൻ ഈ സിനിമകളിൽ ഏതാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കൂലി എന്ന് പറയുന്ന സിനിമയായിരിക്കും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. വാർ 2 കാണില്ലെന്നല്ല, തിയേറ്ററിൽ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് കൂലി എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. എല്ലാവർക്കും ഒരുപാട് കാരണങ്ങളുണ്ടാവും ആ ഒരു സിനിമ തിയേറ്ററിൽ കാണണോ അല്ലെങ്കിൽ കാണണോ എന്നുള്ളതിൻ്റെ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അതൊരു ലോകേഷ് സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്നത്. ഓഫ് കോഴ്സ് രജനി സാറുണ്ട്, ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ആ ഒരു പടത്തിൽ. പക്ഷേ എന്നാൽ പോലും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നത് ലോകേഷ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ സിനിമകളും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉള്ള സിനിമകളുണ്ട്, എന്നാൽ പോലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓഡിയൻസ് കൊടുക്കുന്ന 100 രൂപ 150 രൂപ എത്ര രൂപയാണെങ്കിലും അതിന് അവർ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അവർക്കത് നഷ്ടമായില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. സോ എന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഈ സിനിമ FTFS, ഞാൻ കുറേ നാളായി FTFS അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല, എന്നാൽ പോലും ഈ സിനിമയുടെ അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് FTFS കാണുന്നതെന്നും. എന്നാൽ പോലും ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് ലോകേഷ് തന്നെയാണ്. ലോകേഷ് എന്ന് പറയുന്ന സംവിധായകനിൽ എനിക്ക് അതുപോലത്തെ പ്രതീക്ഷയുണ്ട്. പിന്നീട് ഓഫ് കോഴ്സ് രജനി സാറാണ്. രജനി സാർ ഇൻ ദ സെൻസ്, ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടറിനെ എങ്ങനെയാണ് ആ ഒരു സ്റ്റാർഡം, രജനി സാർ എന്ന് പറയുന്ന സ്റ്റാർഡം അല്ലെങ്കിൽ ആ വലിയൊരു ആക്ടറിനെ എങ്ങനെയാണ് അദ്ദേഹം സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. വിക്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ അത്രയും വലിയൊരു സിനിമയ്ക്കകത്ത് കമലഹാസൻ സാറ് ആക്ച്വലി സ്ക്രീൻ ടൈം വളരെ കുറവാണ്. എന്നാൽ പോലും ആ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ, റീസെൻ്റ്ലി ഇറങ്ങിയ ബെസ്റ്റ് മൂവീസിലൊന്നാണ് വിക്രം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരാൾ രജനീകാന്ത് സാറുമായിട്ട് ഒന്നിക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹം സ്ക്രീനിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു രജനി ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആക്ടറിനെ എങ്ങനെയാണ് ലോകേഷ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡിലേക്ക് ഇവരെ പ്ലേസ് ചെയ്യാൻ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുക, അത് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നീട് എനിക്ക് ആഗ്രഹമില്ലാത്ത ഈ ഒരു സിനിമയിൽ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, ബട്ട് സിനിമ കണ്ടാൽ മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണ് LCU ഫാക്ടർ. ഓഫ് കോഴ്സ് LCU എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ, ഇപ്പോൾ വിക്രം ആയിക്കോട്ടെ, ലിയോ ആയിക്കോട്ടെ, കൈദി, ഓഫ് കോഴ്സ് കൈദിയിലാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആ ഒരു സിനിമകളെല്ലാം എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് LCU എന്ന് പറയുന്ന ഫാക്ടർ വേണ്ട. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അധികം അത് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് അറിയില്ല. ലിയോ എന്ന് പറയുന്ന സിനിമ വിജയ് സാറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളൊന്നാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ആൻഡ് സെക്കൻഡ് ഹാഫിലെ കുറച്ച് പോർഷൻസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഫ്ലാഷ് ബാക്ക് സീനുകളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ ഒരു LCU ഫാക്ടർ വന്നത് എനിക്കത്ര അത് വേണ്ടായിരുന്നു. ആ ഒരു സിനിമയും മാറ്റി നിർത്തി ഒരു സ്റ്റാൻഡ് അലോൺ സെറ്റപ്പിൽ തന്നെ ചെയ്താൽ മതിയെന്ന് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് അദ്ദേഹം അതായത് ഇതിൻ്റെ ലിയോ വരുന്നതിന് മുമ്പ് ഒരുപാട് ഫാൻ തിയറീസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണം അങ്ങനെ വേണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ പോലും ആ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുമായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഈ ഒരു സിനിമ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ നോക്കിയതുപോലെ എനിക്ക് തോന്നി. സോ ഇങ്ങനെ ഈ ഒരു സിനിമയും അവരങ്ങനെ ആക്കാതിരിക്കട്ടെ. എനിക്കറിയില്ല ഇതിനകത്ത് LCU ഫാക്ടർ ഉണ്ടോയെന്ന്. ഡെഫിനറ്റ്ലി നമ്മുടെ ലോകേഷ് പറഞ്ഞിട്ടുണ്ട് ഇത് അല്ല എന്ന്. സോ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അത് LCU ഫാക്ടർ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട്. ഇതൊരു ടോട്ടലി വേറൊരു സിനിമയായിട്ട് വേറൊരു വേൾഡ് ബിൽഡ് ചെയ്ത് അവിടെ ഇരുന്നോട്ടെ. ഇതിനൊരു തുടക്കവും ഒരു ബെസ്റ്റ് എൻഡിങ്ങും വെച്ച് അങ്ങനെ തീർന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് നമുക്ക് പറയാം. അതായത് എല്ലാ ഇൻഡസ്ട്രിയിലെയും മെയിൻ ആൾക്കാരെല്ലാം അതിനകത്തുണ്ട്. മലയാളത്തിനാണെങ്കിൽ സൗബിനുണ്ട്, തമിഴിലാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ മെയിനായിട്ടുള്ള എല്ലാവരും, രജനി സാറായിക്കോട്ടെ, സത്യരാജ് സാറായിക്കോട്ടെ, ശ്രുതി ആയിക്കോട്ടെ, എല്ലാവരും ഉണ്ട്. പിന്നെ കന്നഡത്തിൽ നിന്ന് ഉപേന്ദ്ര സാർ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല,
ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ഉപേന്ദ്ര സാർ. അദ്ദേഹം ഒരു ക്യാമിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നാഗാർജുന എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ നമ്മൾ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു വില്ലൻ. അത് എസ്പെഷ്യലി ലോകേഷിൻ്റെ വില്ലൻ എന്ന് പറയുമ്പോൾ അതൊരു എന്തെങ്കിലുമൊക്കെ കാണും. അത് ഭയങ്കരമായിട്ട് വില്ലൻ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ വില്ലനുകളെ ഞാൻ ലോകേഷിൻ്റെ പടത്തിൽ അധികം കണ്ടിട്ടില്ല. വില്ലൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ. ഓക്കെ, ലിയോയിലുണ്ട്. ലിയോയിൽ എന്നാൽ പോലും ലിയോയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വരുന്ന ആൾ 2 ഷെയ്ഡ്സിലുള്ള വിജയ് സാർ ആയതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കി എല്ലാ സിനിമകളിലും വില്ലന് ഭയങ്കരമായിട്ടൊരു പ്രോമിനൻസ് ഉണ്ട്. വില്ലൻ്റെ ഈവൻ മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്ററിൽ വൺ ഓഫ് ദ എന്താ പറയുക, വിജയ് സേതുപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ വിജയ് സാറിനെ പോലുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ്ലി ഒരു പോയിന്റിൽ അദ്ദേഹം അതിന് മുകളിൽ തന്നെ ആയിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ആ സിനിമയിൽ ഭയങ്കര ഇത്. സോ അങ്ങനെയുള്ളൊരു വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നാഗാർജുന അദ്ദേഹം കുറേ നാൾക്ക് ശേഷം, എനിക്കൊന്ന് അദ്ദേഹം കരിയറിൽ അങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല. സോ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നീട് അമീർ ഖാൻ. ഓഫ് കോഴ്സ് അമീർ ഖാൻ അതിൻ്റെ കഥ കേൾക്കാതൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ബട്ട് ലോകേഷ് ആയതുകൊണ്ട് അതെങ്ങനെ അവരെയൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കും, ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിനെ അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാനാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ വാർ 2 പറ്റി ഡെഫിനറ്റ്ലി പറയണം. വാർ 2 എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സിനിമയല്ല. ബട്ട് അതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും എനിക്കൊരു ഭയങ്കര വാവ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇല്ലായിരുന്നു. ടിപ്പിക്കൽ ഒരു സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമ. അതിനകത്ത് ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് ആ ഒരു സ്പൈ യൂണിവേഴ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റുള്ള ക്യാരക്ടറാണ് ഹൃതിക് റോഷൻ അദ്ദേഹം ചെയ്യുന്ന കബീർ എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ഡെഫിനറ്റ്ലി അതിനകത്ത് ജൂനിയർ NTR എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർസുകളിൽ ഒരാൾ എന്തുകൊണ്ടൊരു വില്ലൻ, നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ആൻറ്റി ഹീറോ ആയിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു സിനിമയിലേക്ക് വന്നു, അതാണ് ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ എനിക്ക് കാണണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. ഡെഫിനറ്റ്ലി കോഹ്ലി ഓർ വാർ 2 എന്നെടുക്കുമ്പോൾ ബോക്സ് ഓഫീസിലുള്ള എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ എന്നെ സംബന്ധിച്ച് എപ്പോഴും കോഹ്ലിയാണ് വളരെ 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 മുകളിലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം നിൽക്കുന്നത് കോഹ്ലിയിലാണ്. ഒറ്റ റീസൺ, ലോകേഷ് പടമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിനൊന്നും വേണ്ട. ഒരുപാട് ലേബലുകളൊന്നും ഈ ഒരു കോഹ്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വലിയൊരു ബ്രാൻഡുണ്ട്, അതിനെപ്പറ്റി പിന്നെ എന്താ പറയുക, നമ്മളത് സ്ഥിരം പറഞ്ഞ് അതൊരു ക്ലീശയായി. അനിരുദ്ധാണ്. അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്, അത് വേറെ ലെവലാക്കാനുള്ള ഇതേ ഉള്ളൂ. എന്തും ആയിക്കോട്ടെ, അനിരുദ്ധിൻ്റെ BGM എന്ന് പറയുന്നത് അത് തിയേറ്ററിൽ കേൾക്കാനും ചില സീനുകളൊക്കെ അത് അനിരുദ്ധ് മാറ്റിയെടുക്കുന്ന ഒരു ഇതുണ്ട്. അത് വേറെ ലെവലാണ്. അത് ഞാൻ പറഞ്ഞ് വെറുതെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ 2 സിനിമകളും ഇതുപോലെ വലിയ വലിയ സിനിമകളിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇതുപോലുള്ള വലിയ സിനിമകൾ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിജയത്തിലേക്ക് എത്തണം, വലിയൊരു ഓഡിയൻസിലേക്ക് അത് എത്തണം. എന്നാലേ അങ്ങനെയുള്ള നല്ല സിനിമകൾ, അതല്ലാതെ ഞങ്ങൾ സിനിമ പൈസ മുടക്കിയതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലല്ല. നല്ല സിനിമകളാണെങ്കിൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു 2 സിനിമകളും വലിയ വിജയങ്ങൾ തന്നെ ആകട്ടെ. എൻ്റെ പേഴ്സണലി ഉള്ള ഒരു ഇത് പറഞ്ഞതാണ്, എനിക്ക് പേഴ്സണലി ഒരു ലോകേഷ് പടത്തിൽ രജനി സാറിനെ കാണണം എന്നൊരു രീതിയിലാണ് ഞാൻ കോഹ്ലിയെ ചൂസ് ചെയ്തത്. 2 പടങ്ങളും നല്ല കിടിലൻ വിജയങ്ങളായി തീരട്ടെ. നിങ്ങൾ ഈ ഒരു 2 സിനിമകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളതെന്നും, നിങ്ങൾ ഓൾറെഡി ഈ സിനിമ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയാണ് കണ്ടതെന്നും എൻ്റെ അഭിപ്രായം ഒന്നും പറയണ്ട, കണ്ടത് ഏത് സിനിമയാണെന്ന് കമൻറ്റ് ചെയ്യുക.